ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞുകൊണ്ട് വർക്കുകളുണ്ടല്ലോ. ബ്രേക്ക് ചെക്കപ്പ്, സ്പീഡോമീറ്റർ, നോട്ട് വർക്കിംഗ്, അതേപോലെ തന്നെ സെൽഫ് ചെക്കപ്പ് പറഞ്ഞുണ്ട്, വാട്ടർ സർവീസ് പറഞ്ഞുണ്ട്, വണ്ടി സൈഡ് വലിവ് പറയുന്നുണ്ട്, അതേപോലെ വെട്ടലുണ്ട്, തള്ളണ സമയത്ത് വണ്ടിക്ക് ഒരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. അപ്പോൾ അതിനകത്ത് തള്ളുമ്പോൾ ടൈറ്റ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കേബിളുകൾ, ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിൾ കംപ്ലൈൻറ്റാണ്. ബ്രേക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ടൈറ്റ് ആയേക്കണതുണ്ടോ, ഔട്ടർ ടൈറ്റ് വന്നേക്കാണ് കേട്ടോ. ഈ കേബിൾ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ബ്രേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പുണ്ട്. പക്ഷേ ഈ കേബിൾ ഫുൾ ലോഡായിട്ട് നിൽക്കുക. പക്ഷേ 2 കേബിളും കംപ്ലൈൻ്റ് ആണ്. 2 കേബിളും മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ അത് കൂടാണ്ട് സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. സ്പീഡോമീറ്റർ കേബിളും പൊട്ടിപ്പോയേക്കാണ് കേട്ടോ. കേബിളും സ്പീഡോമീറ്റർ കേബിളും അതേപോലെ ക്രൗണും പിന്നീട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ കേസ് റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് കിക്കർ അടിക്കുന്ന സമയത്തൊക്കെ നല്ല ടൈറ്റ് ആവും. അപ്പോൾ ഞാനതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ആ ടൈറ്റ് കിക്കർ എന്തുകൊണ്ടാണ് ടൈറ്റ് വന്നതെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ അടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പൊന്നം അത് വന്നില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് ആക്കാനും ബുദ്ധിമുട്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കിക്കർ അഴിച്ചേട്ടോ. അപ്പോൾ ഞാൻ ഈ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. ക്ലച്ചിനകത്ത് പിന്നെ വേറെ നമ്മൾ സർവീസൊന്നും ജനറൽ സർവീസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് വേറെ അഴിക്കണമെന്നില്ല. ഞാനിപ്പോൾ കിക്കറിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് അഴിച്ചേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വലിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വണ്ടി വലിക്കണില്ല, വലി കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയതാണ്. എയർ ഫിൽറ്ററൊക്കെ ഒന്നാമത് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്കായി പോയേക്കാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം മൊത്തം പൊടി കയറി ബ്ലോക്കായേക്കണം. പിന്നെ അതിനകത്ത് ഇട്ടേക്കണ പ്ലഗ് അതായത് വർക്ക്ഷോപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇട്ടേക്കണ പ്ലഗ്. ചെറിയ പ്ലഗ്ഗാണ്, ഇതിൻ്റെ പ്ലഗ് അല്ല ശരിക്കും. ഇതിന് വന്നത് കുറച്ചും കൂടി നീട്ടമുള്ള മോഡൽ പ്ലഗ്ഗാണ് വരാം. ഇത് ചെറിയ പണ്ടത്തെ പഴയ മോഡൽ സ്പ്ലെൻഡറിൻ്റെ മോഡൽ, അതായത് 100cc ബൈക്കിനൊക്കെ വന്ന മോഡൽ, ഏറ്റവും പഴയ മോഡൽ ആക്റ്റീവയ്ക്ക് വന്ന മോഡൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ശരിക്കും കുറച്ചും കൂടി നീട്ടം വരും. ഇനിയിപ്പോൾ ഇതിന് കിടന്ന് ഓടിയത് കൊണ്ട് ബാക്കി ഇത് നീട്ടം കുറച്ചുകൂടി നീട്ടമുള്ളതാണ് മറ്റേ പ്ലഗ്. അപ്പോൾ ആ ബാക്കിയുള്ള ത്രെഡിൽ കരി വന്ന് അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലഗ് മാറ്റിയിടണം ഏറ്റവും സേഫ് കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാനതൊരു കാരണമാണ്. കാരണം ഈ ബാക്കിയുള്ള ഭാഗത്തുള്ള ത്രെഡിനകത്ത് മൊത്തം കരി കയറി ബ്ലോക്കാവും, അടയും. അപ്പോൾ ഞാനതൊരു വലിയ കുറവ് കണ്ടാറിന് അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ആ ഭാഗം വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ടാൽ നന്നായിരിക്കും. ഞാനിപ്പോൾ അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുമെന്നുള്ളൂ. അത്രയ്ക്കും മോശമാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വണ്ടിക്ക് വെട്ടലുണ്ട്, നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. വണ്ടി സൈഡ് വലിവ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫോർക്ക് എനിക്ക് തോന്നുന്നു വണ്ടി എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ബുഷുകളും കംപ്ലൈൻ്റ് ഉണ്ട്. ബുഷൊക്കെ പോയി കിടക്കാം. ലിങ്കിൻ്റെ ബുഷൊക്കെ നല്ല രീതിയിൽ ഷേക്ക് ഉണ്ട്. അപ്പോൾ ബുഷുകൾ മാറ്റിയിട്ടാലും വണ്ടി ഓടിക്കിയിട്ട് നമുക്ക് അങ്ങനെ സൈഡ് വലിവ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പതുക്കെ ഒന്ന് പിടിക്കാം. ഫ്രണ്ട് ബ്രേക്ക് പതുക്കെ പിടിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെരിവ് പോലെ കാണിക്കും. അത് ഈ ഫോർക്കിൻ്റെ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം. സാധാരണ അങ്ങനെ വരുന്നത് ഒന്നോലെ ഫ്രണ്ട് വീല് ശക്തമായിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഇടിക്കുകയോ നല്ല രീതിയിൽ ചപ്പാത്ത് പോലുള്ള ഭാഗങ്ങളിൽ പോയി ചാടുകയോ ചെയ്യുമ്പോഴാണ് ആ ഫോർക്കിന് ആ പ്രോബ്ലം വരാം. കാരണം ഫോർക്ക് ലെങ്ത്തുള്ള ടൈപ്പ് ഫോർക്കാണ്. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ഫോർക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇടി കൊണ്ടുകഴിഞ്ഞാൽ ആ ഭാഗത്ത് ചെറിയൊരു, അതായത് നല്ല രീതിയിൽ ഒരു ഇതുമ്പോൾ പോയി ഇടിച്ചാൽ മതി, ടയർ പോയി ഇടിച്ചാൽ മതി. വണ്ടിക്ക് വേറെ ഒന്നും പറ്റണമെന്നില്ല. അങ്ങനെ ഇടിച്ചാലും ഫോർക്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ വരും. നല്ല രീതിയിൽ ചപ്പാത്തിൽ പോയി ഇടിച്ചാലും വണ്ടി ഇങ്ങോട്ടേക്ക് ഫോർക്കിൽ ചെറിയ അലൈൻമെൻറ്റ് വേരിയേഷൻ വരും. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ബുഷൊക്കെ മാറ്റിയിടുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കുറയും. പക്ഷേ എന്നാലും 100% കംപ്ലൈൻറ്റ് മാറില്ല. കാരണം മാറണമെന്നുണ്ടെങ്കിൽ ഫോർക്കുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്താലാണ് റെഡി ആവുള്ളൂ. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ നോക്കി, ടയറും വൺ സൈഡ് ഒരു സൈഡ് തേയ്മാനമുണ്ട്. ഇതിന് കോമൺ ആയിട്ട് വന്നൊരു കംപ്ലൈൻ്റ് ആണ്. അതായത് ലിങ്കുള്ള മോഡൽ വണ്ടികൾക്ക് പ്രത്യേകിച്ചും ആക്റ്റീവ മോഡൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസൊന്നുമില്ല. ഇതിൻ്റെ നോക്കുമ്പോൾ അറിയാം ഒരു സൈഡ് തേയ്മാനം കൂടുതലാണ്. ഈ സൈഡിനെ അപേക്ഷിച്ച് ഈ സൈഡ് കൂടുതൽ തേയ്മാനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ്, ഒന്നാമത് വണ്ടി ടയർ മാറ്റുമ്പോൾ ഇതേപോലത്തെ ടയർ തന്നെ യൂസ് ചെയ്യണം. ബാക്കിൽ ഇട്ടേണ്ടത് കട്ട കൂടുതലുള്ള മോഡൽ ടയറാണ്. ആ മാതിരി ടയർ ഇടാതിരിക്കണം ഏറ്റവും ബെറ്റർ. പിന്നെ ചെയ്യേണ്ട കേസ്, പുതിയ ടയർ എപ്പോഴും ഇടുമ്പോഴും നമ്മുടെ ഈ ഫ്രണ്ട് ഡിസ്ക് അഴിച്ചിട്ട് ഈ പുതിയ ടയർ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇടണമാണ് ഏറ്റവും നല്ലത്. കാരണം രണ്ടും 10 ഇഞ്ചിൻ്റെ സെയിം ടയറാണ് നമുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ചെയ്തിടാൻ എളുപ്പമാണ്. അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എങ്ങനെ നോക്കിയാലും റൈറ്റ് സൈഡിൽ ഒരല്പം തേയ്മാനം ഉണ്ടാവും. ഇത് ഒരല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ആ ഫോർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. ആ ബുഷുകൾ കംപ്ലൈൻറ്റ് ഉള്ളതും അതൊരു കാരണമാണ്. പിന്നെ ബാറ്ററി തീരെ ചാർജില്ല. 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. അത് വോൾട്ട് കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി അടിച്ച് ചാർജിലേക്ക് ഇട്ടേക്കാണ്. എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ബാറ്ററി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിയത്തെ ഫംഗ്ഷനൊക്കെ കറക്റ്റാണ്, സ്റ്റാർട്ടിങ്ങൊക്കെ ഓക്കെയാണ്.
അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് പറയാം. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വണ്ടിമേ ബാറ്ററി കയറ്റി വെച്ചിട്ട് ടെസ്റ്റ് അടിക്കുമ്പോഴാണ് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ബാറ്ററിയുടെ കേസ്, ബാറ്ററിയുടെ കണ്ടീഷൻ, വർക്ക്, ബാക്കിയത്തെ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ അത് ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോഴാണ് കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ദിവസം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സെക്കൻഡറി ഫിൽറ്റർ എന്നുള്ള യൂണിറ്റ് ഉണ്ട്. ഈ എയർ ഫിൽറ്ററിൻ്റെ ഒരു ചെറിയ ഒരു കുട്ടി ഫിൽറ്റർ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഭാഗത്തായിട്ട് തന്നെ. ആ സാധനം മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടേക്കാം. ശരിക്കും ഇങ്ങനെ വന്ന കാർബറേറ്ററൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്, അത്രയ്ക്കും പൊടിയാണ് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്, നമ്മളോട് പറഞ്ഞേക്കണം എത്ര വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കണേ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കിടക്കണം ബ്രേക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടണം. ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. പിന്നെ ബാറ്ററിയുടെ കേസ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് അപ്ഡേറ്റ് ചെയ്യണം. വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിൽ തന്നെ നിർത്തി കഴുകുകയാണെന്നൊരു പുറമേത്തെ ചെളി കാര്യങ്ങളൊക്കെ പോവുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ വളരെ മോശമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലിട്ടോ. ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കഴുകി വിട്ടാൽ നല്ലതാണ്. കാരണം ഇനി മഴയാണ് വരാൻ പോവുക. ഇത്രയും ചെളിയും കാര്യങ്ങളും അതിനകത്ത് നിൽക്കുമ്പോൾ ചേസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ജസ്റ്റ് ഞാൻ എൻ്റെ കണ്ടീഷൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് ഓപ്പണായിട്ട് അഴിച്ച് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേരെ, ഞാനതനുസരിച്ചിട്ട് എസ്റ്റിമേറ്റിൽ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ പെർമിഷൻ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. ഓപ്പൺ വാഷിംഗ് ആയിട്ട് ഉൾപ്പെടുത്താം, അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് സാധാരണ വാഷിംഗ് ചെയ്ത് വിടാം കേട്ടോ. എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി നോക്കിയേക്കാം. അതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ.